അപ്രതീക്ഷിതമായുണ്ടായ വലിയ ഉരുൾപൊട്ടലിന്റെ ഞെട്ടലിലാണ് കുട്ടിക്കൽ നിവാസികൾ. കൊടുങ്ങ പ്രദേശത്ത് വ്യാപകമായ കൃഷിനാശമുണ്ടായി. സേവാഭാരതിയുടെയും മറ്റും ആഭിമുഖ്യത്തിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ തുടരുകയാണ്. പ്രദേശത്തെ എല്ലാ ആളുകളെയും ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റി. കുട്ടിക്കലിൽ നിന്നും അരുൺ കൊടുങ്ങൂർ തയ്യാറാക്കിയ റിപ്പോർട്ട്. അപ്രതീക്ഷിതമായി ഉണ്ടായ ഉരുൾപൊട്ടൽ വലിയ ആശങ്കയാണ് ഈ പ്രദേശത്തുണ്ടായിരിക്കുന്നത്. കൊടുങ്ങയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. കൂട്ടിക്കൽ ഇതിനടുത്താണ് ഈ കൊടുങ്ങ എന്നുള്ള ഈ ഗ്രാമമുള്ളത്. അപ്രതീക്ഷിതമായി ഇന്നലെ രാത്രി 2 മണിയോടെയായിരുന്നു ഈ ഉരുൾപൊട്ടൽ ഉണ്ടായത്. ഈ പ്രദേശത്ത് വലിയ നാശം വിതച്ചുകൊണ്ട് കൃഷിക്കൊക്കെ വലിയ നാശം വിതച്ചുകൊണ്ടായിരുന്നു ഉരുൾപൊട്ടൽ ഉണ്ടായിരുന്നത്. വാർഡ് മെമ്പർ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. എപ്പോഴായിരുന്നു ഒരു സംഭവം ഉണ്ടായത്? അതോടൊപ്പം തന്നെ ഈ ജനവാസ മേഖലയിലുള്ള ആളുകളെയൊക്കെ തന്നെ മാറ്റിപ്പാർപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇന്നലെ രാവിലെ മുതൽ നിർത്താതെ പെയ്ത മഴയെ തുടർന്ന് ഇവിടെ ഈ ഉരുൾപൊട്ടലുണ്ടായത് ഇന്നലെ രാത്രി 2 മണിക്കാണ്. 2 മണിക്കാണ് ഉണ്ടായത്. അതിനു മുമ്പ് നമ്മുടെ മേൽഭാഗത്ത് ഇവിടുന്ന് മേലിലേക്ക് പോകുന്ന വഴിയിൽ ഒരുപാട് വീടുകളുടെ മുകളിലേക്ക് മണ്ണ് വീണ് വീടിന് അപകട ഭീഷണിയായിട്ട് നിൽക്കുന്നുണ്ട്. അതോടൊപ്പം കൈപ്പള്ളി മേഖലയിൽ ഉരുൾപൊട്ടലുണ്ടായിട്ടുണ്ട്. വെല്ലിയന്ത ഭാഗത്ത് ചെറിയ മണ്ണിടിച്ചിലുകൾ, വീടിൻ്റെ ഭാഗത്തേക്ക് മണ്ണിടിച്ചിലുകളൊക്കെ ഉണ്ടായിട്ടുള്ളൂ. ഇവിടെ ഇപ്പം നിലവിൽ ഈ പ്രാവശ്യം ഉണ്ടായ ഉരുൾപൊട്ടലിൽ ഏറ്റവും വലിയ ഉരുൾപൊട്ടൽ എന്ന് പറഞ്ഞാൽ ഈ ഉരുൾപൊട്ടലാണ്. കൊടുങ്ങായിൽ ഇപ്പം നമ്മൾ നിൽക്കുന്ന ഈ പ്രദേശത്തെ ഉരുൾപൊട്ടലാണ്. അതോടൊപ്പം ഇന്നലെ തന്നെ നമ്മൾ എല്ലാവർക്കും ഗ്രൂപ്പുകളിലൂടെ നിർദ്ദേശം കൊടുത്തിരുന്നു. മഴ ശക്തി പ്രാപിക്കുന്നുണ്ട്, അടിയന്തരമായിട്ട് സുരക്ഷിതമായിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് മാറണമെന്നും. പക്ഷേ രാത്രിയായി പോയതിനാൽ നമുക്ക് കറണ്ടും ഇല്ലാത്തൊരവസ്ഥ വന്നുകൊണ്ട് ആൾക്കാർ എങ്ങോട്ട് മാറണം എന്നറിയത്തില്ലാത്തൊരവസ്ഥയിൽ വീടുകളിൽ തന്നെ കഴിയുകയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ നേരം വെളുത്തപ്പോൾ എല്ലാവരെയും കൃത്യമായിട്ട് എല്ലാവരെയും കണ്ടെത്തി. ആർക്കും യാതൊരുവിധ മറ്റ് അപകടങ്ങളോ വീടിന് ഭയങ്കരമായ നാശനഷ്ടങ്ങളോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഇന്നിപ്പോൾ നിലവിൽ നമ്മൾ ക്യാമ്പ് എല്ലാ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. പഞ്ചായത്തിൻ്റെ അടിസ്ഥാനത്തിലും തഹസിൽദാർ, റവന്യൂ അധികൃതർ എല്ലാവരും ഇവിടെ വന്ന് കണ്ട് സന്ദർശിച്ച് മടങ്ങിയിട്ടുണ്ട്. നേരത്തെ ആ കൂട്ടിക്കൽ ദുരന്തം ഉണ്ടായതിന് തൊട്ടടുത്ത് തന്നെയാണ് വീണ്ടും ഈ ഉരുൾപൊട്ടൽ ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായിട്ടും കഴിഞ്ഞ തവണ 2021 ഉണ്ടായ പോലെ തന്നെ അന്നത്തെ അത്ര ഭീകരമല്ല. ഇന്നിപ്പോൾ ഈ ഒരു ഉരുളയിൽ കൊടുങ്ങാൽ ഒരു ഉരുളയിൽ നിൽക്കുകയാണ്. 2021 ഇത് കൂടുതൽ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. തീർച്ചയായും അത് തന്നെയാണ് കേരളത്തെ കലയിച്ച ഒരു വലിയ ദുരന്തമാണ് ഈ കൂട്ടിക്കൽ ഉണ്ടായത്. അതിന് തൊട്ടടുത്ത് തന്നെയാണ് ഈ ഒരു ഉരുൾപൊട്ടൽ കൂടി ഉണ്ടായിരിക്കുന്നത്.